കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരെ ട്രേഡ് യൂണിയൻ സംയുക്ത സമിതി ആഹ്വാനം ചെയ്ത 24 മണിക്കൂർ പണിമുടക്ക് പൊന്നാനി താലൂക്കിൽ ഹർത്താലായി മാറി. BMS ഒഴികെയുള്ള ട്രേഡ് യൂണിയൻ സംഘടനകൾ ആഹ്വാനം ചെയ്ത പണിമുടക്കിൽ ജനജീവിതം സ്തംഭിച്ചു. പൊന്നാനിയിൽ വാഹനങ്ങളൊന്നും നിരത്തിലിറങ്ങിയില്ല. സ്വകാര്യ ബസ്സുകൾക്ക് പുറമെ പൊന്നാനി ഡിപ്പോയിൽ നിന്ന് KSRTC ബസ്സുകളും സർവീസ് നടത്താതിരുന്നതോടെ ഗതാഗതം പൂർണ്ണമായും നിലച്ചു. ചില സ്വകാര്യ വാഹനങ്ങളും ബൈക്കുകളും മാത്രമാണ് സർവീസ് നടത്തിയത്. കൂടാതെ കടകമ്പോളങ്ങൾ പൂർണ്ണമായും പണിമുടക്കിനോട് സഹകരിച്ച് അടഞ്ഞുകിടന്നു. ഓഫീസുകളും സ്കൂളുകളും പ്രവർത്തിച്ചില്ല. പണിമുടക്കിനോട് പൊതുജനങ്ങൾ പൂർണ്ണമായും സഹകരിച്ചതോടെ വാഹനം തടയുന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇല്ലാതെയാണ് പണിമുടക്ക് നടന്നത്. പൊന്നാനി, വെളിയങ്കോട്, മാറഞ്ചേരി മേഖലകളിൽ ഹർത്താൽ പൂർണ്ണമായിരുന്നു. CITU നടത്തിയ പ്രകടനം പൊന്നാനി ചന്തപ്പടിയിൽ നിന്ന് ആരംഭിച്ച് ചമ്രോട്ടം ജംഗ്ഷനിൽ സമാപിച്ചു. CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം TM സിദ്ദീഖ് പ്രതിഷേധ പ്രകടനം ഉദ്ഘാടനം ചെയ്തു. MA ഹമീദ് അധ്യക്ഷത വഹിച്ചു. E സിന്ധു, P ഇന്ദിര എന്നിവർ സംസാരിച്ചു. ഈ രാജ്യത്ത് മുഴുവനും തൊഴിലുറപ്പ് തൊഴിലാളികളും CITയും തൊഴിലാളി വർഗ പ്രസ്ഥാനവുമെല്ലാം വലിയ പ്രക്ഷോഭം ഉയർത്തിക്കൊണ്ടുവന്നപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഈ വലതുപക്ഷ രാഷ്ട്രീയത്തിന്റെ ഏതെങ്കിലും തരത്തിലുള്ള പ്രതിരോധ മുദ്രാവാക്യത്തെ? അവർക്കത് പ്രശ്നമല്ല. അവർക്ക് ഈ രാജ്യം കോർപ്പറേറ്റ് വൽക്കരിക്കുന്നതിനോ സാമ്രാജ്യത്വ അജണ്ട നടപ്പിലാക്കുന്നതിനോ സമ്പദ്ഘടനയെ മുതലാളിത്ത സമ്പദ്ഘടനയാക്കി മാറ്റുന്നതിനോ വലതുപക്ഷാധിപത്യം തുടർന്നു പോകുന്നതിനോ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികൾക്ക് വലതുപക്ഷ കക്ഷികൾക്ക് ഒരു തരത്തിലുള്ള താല്പര്യവുമില്ല എന്നുള്ളത് കൊണ്ടാണ് തൊഴിലുറപ്പ് പദ്ധതി തകർത്തപ്പോ രാജ്യത്തെ കോടിക്കണക്കിന് മനുഷ്യന്റെ കഞ്ഞിക്കലത്തിലേക്ക് കല്ലെടുത്തെറിഞ്ഞപ്പോ ഇടതുപക്ഷ രാഷ്ട്രീയം ഉയർത്തിപ്പിടിച്ച സമരാവേശത്തെ പരിസരത്ത് പോലും എടുക്കാൻ വലതുപക്ഷ രാഷ്ട്രീയത്തിന് സാധിച്ചില്ല അല്ലേ? തൊഴിലുറപ്പ് പദ്ധതിയുടെ ഒരു സാമൂഹ്യക്ഷേമ പദ്ധതികളും ഒരു ജീവകാരുണ്യ പദ്ധതിയും അംഗീകരിക്കില്ല എന്നത് നരേന്ദ്രമോദിയുടെ സംസ്കാരമല്ല, വലതുപക്ഷത്തിന്റെ സംസ്കാരമാണ്, കോർപ്പറേറ്റുകളുടെ സംസ്കാരമാണ്. അത് സാമ്രാജ്യത്വ മുതലാളിത്ത അജണ്ടയുടെ ഭാഗമായാണ്. ജനവിരുദ്ധ നയങ്ങളും തൊഴിലാളി വിരുദ്ധ നയങ്ങളുമാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ഏറ്റവും അവസാനമായി ഇന്ത്യ മഹാരാജ്യത്ത് അവതരിപ്പിക്കപ്പെട്ട ബജറ്റിൽ തന്നെ ഈ രാജ്യത്തിലെ പാവങ്ങളായ അടിസ്ഥാന വർഗങ്ങളായി ജീവിക്കുന്ന തൊഴിലാളികൾക്കും പാവപ്പെട്ടവർക്കും ഒരു ആനുകൂല്യവും നൽകാതെ ഉള്ള ആനുകൂല്യം പോലും തട്ടിത്തെറിപ്പിക്കുന്ന നിലവാരത്തിലുള്ള ജനവിരുദ്ധ തൊഴിലാളി വിരുദ്ധ നയങ്ങളുമായിട്ടാണ് കേന്ദ്ര സർക്കാർ മുന്നോട്ട് പോകുന്നത്. Every child is a star. Everything I do is a gift to you. Everything I have, all you've given me, I give it to you, Lord, and do it thankfully, thankfully. Here we study life. KEALP School, Ponnani, Ishwaramangalam.